നമ്മൾക്ക് എപ്പോഴും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല, നമ്മുടെ ഗസ്റ്റ് വരുന്ന ഗസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചു ഇപ്പം ഞാൻ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ഗസ്റ്റിന് നേരെ തിരി. പെരിയാർ ടൈഗർ റിസർവിലേക്ക് ഒരു വാല്യൂ ഫോർ മണി ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? ഒരാൾക്ക് 2300 രൂപ ചെലവിൽ ഒരു ദിവസം 10 സ്റ്റേയിൽ താമസവും 3 നേരത്തെ ഭക്ഷണവും, ചെക്ക് ഇൻ ചെയ്യുന്ന വൈകുന്നേരം മാനമുട്ടി മലയിലേക്ക് ഒരു ട്രക്കിങ്ങും, പിറ്റേ ദിവസം രാവിലെ ഗവിയിലേക്ക് ഒരു ബസ് സഫാരിയും ബേർഡ് വാച്ചിങ് സെഷനും, പിന്നെ ഉച്ച കഴിഞ്ഞ് തേക്കടിയിലേക്കുള്ള ഒരു ബോട്ടിങ്ങും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ പാക്കേജ്. പെരിയാർ ടൈഗർ റിസർവിലെ വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലാണ് നമ്മുടെ ജംഗിൾ ക്യാമ്പ് ഉള്ളത്. ചെക്ക് പോസ്റ്റിനടുത്തുള്ള ഈ ഇൻഫർമേഷൻ സെന്ററിലാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ച് നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടെന്റിലേക്ക് 2 ഗസ്റ്റുകളെയാണ് അലോ ചെയ്യുന്നത്. അതിന് സർവീസ് ചാർജസ് അടക്കം 5760 രൂപയാണ്. നമ്മളിവിടെ കൗണ്ടറിൽ വന്ന് ഓഫ്ലൈനായിട്ട് അഡീഷണൽ ഒരാളെ കൂടി ആഡ് ചെയ്യാൻ പറ്റും. അതിന് 1200 രൂപ കൊടുത്താൽ മതി. ഇങ്ങനെ 3 പേരായിട്ടാണ് നിങ്ങൾ ഈ പാക്കേജ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് 2320 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പാക്കേജ് ബുക്ക് ചെയ്യാൻ പറ്റും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഗവി ഭാഗത്തേക്ക് ഒരു 1/2 കിലോമീറ്ററോളം മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി കിടക്കുന്നത് കാണാം. ഈ വഴിയിലൂടെയാണ് ഇനി നമുക്ക് ക്യാമ്പിലേക്ക് പോകേണ്ടത്. ജംഗിൾ ക്യാമ്പുള്ള ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വനപർവം എഡ്യൂക്കേഷൻ സെന്ററും അവിടേക്ക് വരുന്ന ആളുകൾക്കുള്ള ഡോർമെട്രിയും എല്ലാം ഉള്ളത്. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഉള്ളത്. അതിനടുത്തുള്ള പാർക്കിംഗ് സ്പേസിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പോയത് ടെന്റിലേക്കാണ്. നല്ല എലിഫന്റ് പ്രസൻസ് ഉള്ള ഏരിയയിലാണ് നമ്മുടെ ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ക്യാമ്പിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ്ങും ട്രെഞ്ചും എല്ലാം കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനടുത്ത് ഒരു റിവറും ഉണ്ട്. നിങ്ങൾ ഇവിടെ വരുമ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ റിവറിൽ തന്നെ ഒരുപാട് ആനകളെ കാണാനും സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ടെന്റിന്റെ ഉൾവശം ഒന്ന് കണ്ടാലോ. കയറി വരുന്നതും ചെറിയൊരു കോമൺ ഏരിയ പോലെ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്യാമ്പിംഗ് ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഷൂസ് ഒക്കെ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണ് ഇത് കേട്ടോ. ഇനി അകത്തോട്ടൊന്ന് നോക്കാം. അകത്ത് 2 സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ നേരത്തെ തന്നെ വിരിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തറ ഹാർഡായിരിക്കും എന്ന് ആരും വിചാരിക്കേണ്ട. കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മുടെ മെത്ത പോലത്തെ ഫോമാണ് വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ സ്ലീപ്പിംഗ് ബാഗ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അകത്ത് ചാർജിങ് പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതുപോലത്തെ 8 ടെന്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാമ്പിലൊന്ന് സെറ്റിലായതിനു ശേഷം നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയായ ട്രെക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. കടുവയും കരടിയും എല്ലാമുള്ള വഴിയിലൂടെയാണ് ട്രെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കൺസേൺ ഫോം സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് ട്രെക്കിങ്ങിന് കൊണ്ടുപോകുകയുള്ളൂ. നമ്മുടെ ട്രെക്കിങ്ങിലെ ആദ്യത്തെ കുറച്ചു ദൂരം ഗവി റൂട്ടിലൂടെ നടന്നു വേണം കവർ ചെയ്യാൻ. സാധാരണ ഈ വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഇതിലൂടെ ഇറങ്ങി നടക്കാനുള്ള പെർമിഷനൊന്നുമില്ല. ഈ ട്രെക്കിങ്ങിന് പോകുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഇതിലൂടെ നടക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. കാട്ടിലൂടെയുള്ള ഈ നടത്തത്തിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ്. ഈ നടക്കുന്ന വഴിയിലും നമുക്ക് പല സൈറ്റിങ്സും കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഏകദേശം 2 കിലോമീറ്ററോളം ഇതുപോലെ നടന്നിട്ട് വേണം നമുക്ക് മാനമുട്ടി മലയിലേക്ക് കയറാം. ഒരു മലയെണ്ണാൻ ഇരിക്കുന്നത് കണ്ടോ? ആ മരത്തിലിരുന്നിട്ട് അതിൻ്റെ കായ തിന്നുന്ന തിരക്കിലാണ് പക്ഷി. നടക്കുന്ന വഴിയിലെ മരങ്ങളിലൊക്കെ നോക്കി വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളും കാണാൻ പറ്റും. ഈ ഇരിക്കുന്നത് ഒരു കോഴിവേഴാമ്പലാണ്, മലബാർ ഗ്രേ ഹോൺബിൽ. ഇവരൊരു എൻഡമിക് സ്പീഷീസ് ആണ് കേട്ടോ. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമാണ് ഇവരെ കണ്ടുവരുന്നത്. ഇതൊരു മെയിൽ ബേർഡാണ്. അവൻ്റെ ആ ചുണ്ടിൻ്റെ കളറും കണ്ണുമൊക്കെ കാണുമ്പോൾ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എപ്പോഴും പെയറായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ മെയിൽ ഇവിടെ ഉള്ളത് കൊണ്ട് ഫീമെയിൽ ബേർഡും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ കാണും. ആ ഇരിക്കുന്നത് ഒരു ഫീമെയിലാണ്. ഈ കുഞ്ഞു പാമ്പിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ കഴിഞ്ഞ നേച്ചർ വാക്ക് വീഡിയോയിൽ ഒരു വുഡ് സ്പൈഡറിനെ കണ്ടപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫീമെയിലിന് മെയിലിനെക്കാട്ടിലും 10 ഇരട്ടി വലിപ്പം കാണുമെന്ന്. ഈ ഫീമെയിൽ സ്പൈഡറിന്റെ ബോഡിയുടെ മുകൾ ഭാഗത്തായിട്ട് കണ്ടു ഒരു ചുവന്ന കുത്തുപോലെ ഇരിക്കുന്നത്, അതാണ് മെയിൽ സ്പൈഡർ. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പം ഇതുവരെയുള്ള ദൂരം പിന്നിട്ടതുപോലും അറിഞ്ഞില്ല. പക്ഷെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. നമ്മൾ മാനമുട്ടി മലയിലേക്ക് കയറാണ്. ആരോ അറിഞ്ഞിട്ട പേരാണ്. കുത്തനുള്ള കയറ്റമാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ളത്.
മാനമുട്ടി മലയിലേക്കുള്ള ട്രക്ക് ഒരു ഹാർഡ് ട്രക്കാണ്. അതിനെ ഈ ഹാർഡാക്കിയതും ആദ്യത്തുള്ള ഈ ഒരു കയറ്റം തന്നെയാണ്. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. കുറേ പ്ലെയിനായ സ്ഥലങ്ങളിലൂടെയും ചെറിയ കയറ്റങ്ങളും ഒക്കെയാണുള്ളത്. ആദ്യത്തെ കയറ്റം ആ മുകളിൽ കാണുന്ന ഇലക്ട്രിക് ലൈൻ പോകുന്നത് വരെയല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഇനിയും കയറാനുണ്ട്. രണ്ട് ക്യാമറയും ഗിംബലും ട്രൈപോഡും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു കയറ്റം അടപ്പൂരിപ്പോയി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് കയറി നോക്കണം, എങ്കിലേ അറിയുള്ളൂ. നമ്മൾ ഈ മല കയറാൻ തുടങ്ങിയപ്പം ഇലക്ട്രിക് ലൈൻ മേളിൽ കൂടെ പോകുന്ന കണ്ടില്ലേ? നമ്മളിപ്പോൾ ആ സ്പോട്ടിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരെ എത്തിയപ്പോഴേക്കും അടപ്പൂരിപ്പോയി. പക്ഷേ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ആ കയറിയതിൻ്റെ ക്ഷീണം മാറിക്കിട്ടുന്നത്. ഇനി നമ്മളിങ്ങോട്ട് കയറി വന്ന ആ സ്ഥലം കൂടി ഒന്ന് കാണിച്ചു തരാവേ. അതുകൊണ്ട് ആ താഴെ കാണുന്ന ആ ഒരു കർവ് പോലെ കാണുന്നത്, അതാണ് ഗവിയിലേക്ക് പോകുന്ന റോഡ്. അതുവഴിയാണ് നമ്മൾ മേളിലേക്ക് കയറി വന്നത്. അങ്ങ് അപ്പുറത്ത് കാണുന്ന മലയിൽ ഒരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. മൊത്തം 10 ആനകളുള്ള ഒരു കൂട്ടമാണിത്. അതിൽ 8 എണ്ണത്തിന് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ കാണാം. ഒരു പിടിയാനയും കുഞ്ഞും ഒരല്പം താഴോട്ട് മാറിയാണ് നിൽക്കുന്നത്. ചെറുതായിട്ട് കോട ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് വിഷ്വൽസിനൊക്കെ ഇത്രയും ഒരു മങ്ങല് വരുന്നത് കേട്ടോ. നമ്മുടെ ഈ ട്രെക്കിങ്ങിലെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരാൾ പൊക്കത്തിനാണ് പുല്ലുകൾ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കാട്ടിയോ കരടിയോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. പ്രതീക്ഷിക്കാതെ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവർ പാനിക്കായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഒരു വർഷം മുമ്പ് ഈ മാനമുട്ടിമല ട്രെക്കിങ്ങിനിടയ്ക്കാണ് ഇവിടുത്തെ സീനിയർ വാച്ചറായ രാജേഷ് സാറിനെ കാട്ടി ആക്രമിച്ചത്. മാനമുട്ടിമലയുടെ ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടുന്ന് കിട്ടുന്ന വിഷ്വൽ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. നമ്മളീ നിൽക്കുന്നതിൻ്റെ നേരെ പുറകുവശത്തായിട്ട് നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നല്ല ക്ലിയർ വിഷ്വലും കിട്ടും. പക്ഷേ അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ക്യാമറ അങ്ങോട്ട് തിരിക്കുന്നില്ല. നിങ്ങൾക്കിനിയിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ നേരിട്ട് കണ്ടറിയണമെന്നുണ്ടെങ്കിൽ ഈ ട്രെക്കിംഗ് എടുത്ത് മാനമുട്ടിമലയുടെ മുകളിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ആ ഡാമിൻ്റെ വിഷ്വൽസ് എല്ലാം കാണാം. അങ്ങ് ദൂരെ കണ്ടോ മഴക്കാർ അടിച്ചു കയറി വരുന്നത്. 2-3 ദിവസമായിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ നല്ല മഴയുണ്ട്. ഇന്നും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മഴ എങ്ങാനും പെയ്തെങ്കിൽ നമുക്ക് ടെട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുക. പിന്നെ ഈ മഴയുള്ളപ്പം ഇവിടെ ഇടിമിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയും കാട്ടുപോത്തും ഒക്കെ ഈ സമയങ്ങളിൽ കുന്നിൽ നിന്ന് മെല്ലെ താഴോട്ട് ഉൾക്കാട്ടിലേക്ക് വലിയാറുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ട്രെക്കിങ്ങിൽ ആദ്യം കണ്ട ആനയുടെ അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. മഴക്കാറും കോടയും ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു വ്യൂ പോയിന്റിൽ ഇരിക്കുന്നതെങ്കിൽ ഇതിന് ചുറ്റുമുള്ള എല്ലാ പുൽമേടുകളിലെയും കുന്നുകളിലെയും വിഷ്വൽസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമ്മുടെ പിക്കോളിൻ വൈബ്സിലെ കൊളിൻ ബ്രോയ്ക്ക് ടൈഗർ സൈറ്റിങ്ങും കിട്ടിയത്. മാനമുട്ടിമലയിലെ കാഴ്ചകൾ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് മഴ പെയ്തത്. പിന്നെ ക്യാമറയും ട്രൈപോഡും എല്ലാം വാരി പൊതിഞ്ഞുകൊണ്ടുള്ള ഓട്ടമായിരുന്നു. അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയായതുകൊണ്ട് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമുക്ക് തിരിച്ചങ്ങോട്ട് സാധാരണ നടന്നാണ് പോകേണ്ടത്. ഇതുപോലെ മഴ പെയ്യുകയോ അതല്ല നിങ്ങൾ തിരിച്ചിറങ്ങുമ്പം ഒരുപാട് ലേറ്റ് ആകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെക്ക് പോസ്റ്റ് ചെയ്യുന്ന നമ്മളെ വിളിക്കാനായിട്ട് ബസ് പറഞ്ഞു. രാത്രി ക്യാമ്പ് സൈറ്റിൽ നല്ല ബേർഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. രാജുക്കൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റിങ് കുറവായതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ടാണ് കിടക്കാൻ കയറിയത്. വെളുപ്പിനെ നേരത്തെ തന്നെ എഴുന്നേറ്റു. 6 മണിയാകുമ്പോഴത്തേക്കിനും നമുക്ക് ചെക്ക് പോസ്റ്റിലെത്തണം ഗവി സഫാരിക്ക് വേണ്ടിയിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ ഉറക്കം അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ കിട്ടിയ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതൊരു പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെയും ഈ പ്യുവറായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ടായിരിക്കും. എന്ത് പറഞ്ഞാലും ഈ ഇടയ്ക്ക് ഉറങ്ങിയതിൽ വെച്ച് ഏറ്റവും സുഖകരമായ ഒരു ഉറക്കമാണ് ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയത്.
ഈ ഒരു ബസ് സഫാരി നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ഓപ്ഷനിൽ താമസിക്കാതെയും ബുക്ക് ചെയ്യാൻ പറ്റും. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതുപോലെ കോടയൊക്കെ ഇറങ്ങിയ ഒരു കൊച്ചു വെളുപ്പാങ്കാലത്ത് ഗവിയിലേക്ക് നടത്തുന്ന ഈ ഒരു ബസ് സഫാരി തരുന്ന ഫീലും എക്സ്പീരിയൻസും ഒന്നും നമുക്ക് വാക്കുകളുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വരുന്ന ആൾക്കാരെ കണ്ടോ, ഇവര് മലമ്പണ്ടാരം ട്രൈബിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് മാത്രമാണ് ഈ കാട്ടിലൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനുള്ള പെർമിഷൻ ഉള്ളത്. ബസ് സഫാരിയിലെ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ആണ് ഈ കാണുന്ന കരിങ്കുരങ്ങ്. ഈ മഞ്ഞു മൂടിയ കാട്ടിനകത്ത് അവൻ ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ടല്ലേ. ഒറ്റയ്ക്കല്ലാട്ടവൻ, ഇവൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്. ദിവസം ചാടിയത് കണ്ട. നമ്മൾ ഇന്നലെ താമസിച്ചിരുന്ന ജംഗിൾ ക്യാമ്പ് ഇടുക്കി ജില്ലയിലും ഇനി പോകുന്ന ഗവി പത്തനംതിട്ട ജില്ലയിലുമാണ്. കളറടിച്ചാൻ സെക്ഷൻ്റെ ഈ ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. ഈ വരുന്ന കക്ഷിയെ കണ്ടോ, ഇതാണ് പാറു. നമ്മുടെ സഫാരി ബസ്സിലെ ഡ്രൈവർ കുമാർ ചേട്ടൻ പാറു എന്ന് വിളിച്ചതും അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവൾ ഈ വന്ന് നിൽക്കുന്നത്. പക്ഷേ വൈൽഡ് ആനിമൽസിനെ ഫീഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ ആരും അവർക്ക് കഴിക്കാനൊന്നും കൊടുത്തില്ല. ഗവിയിലേക്കുള്ള ഈ ഒരു ബസ് സഫാരിയിൽ ആനയും കാട്ടിയുമൊക്കെ സാധാരണ കാഴ്ചകളാണ്. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ള സമയത്താണ് ഈ സഫാരിക്ക് വരുന്നതെങ്കിൽ കടുവയുടെ സൈറ്റിംഗ് വരെ ഈ റോഡിൽ നിങ്ങൾക്ക് കിട്ടും. സൂര്യൻ ശരിക്കും ഉദിക്കാൻ തുടങ്ങിയതും കാട്ടിലെ കാഴ്ചകൾക്ക് ഭംഗി ഒന്നുകൂടെ കൂടുകയാണ് ചെയ്തത്. ഈ കാട്ടിനകത്തൂടെ ആ സൂര്യപ്രകാശം അരിച്ചിറങ്ങി വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഗവി വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്നെങ്കിൽ നമുക്ക് കുറേ ദൂരത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. എലിഫന്റ് സൈറ്റിങ്ങിനുള്ള ചാൻസ് ഇവിടെ വളരെ കൂടുതലാണ്. നമ്മുടെ കഴിഞ്ഞ ഗവി ട്രിപ്പിലും നമുക്ക് ഇവിടുന്ന് എലിഫന്റ് സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമുക്ക് ആനയെ കിട്ടിയത് എവിടെ നിന്നാണെന്ന് ഒന്ന് കാണിച്ചു തരാവേ. ഈ റൈറ്റ് സൈഡിലുള്ള കുന്നിൻ ചെരുവ് കണ്ടോ, അവിടെയായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് ആനയെ കിട്ടിയത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആനയെ കിട്ടിയില്ല, പക്ഷെ അതിനു പകരം വേറെ കുറച്ച് സൈറ്റിങ്സ് കിട്ടി. അതൊന്ന് കണ്ടു നോക്കിയാലോ. അങ്ങനെ നമ്മുടെ സഫാരിയുടെ ഡെസ്റ്റിനേഷനായ ഗവി ഡാമിലേക്ക് നമ്മളെത്തി. ഇവിടെ ഏകദേശം ഒരു 45 മിനിറ്റോളം നമുക്ക് കിട്ടും. ഗവി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പച്ച പിടിച്ചത് തന്നെ ഗവിയുടെ ഒരൊറ്റ വീഡിയോ കൊണ്ടാണ്. ഗവിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഗവിയുടെ അധികം കാഴ്ചകളൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ആ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ ഐ ബട്ടണിലും വരുന്നുണ്ട്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഒന്ന് കയറി കണ്ടു നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഡാമിൻ്റെ മേളിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ബേർഡ് സൈറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബേർഡിങ്ങും പിന്നെ ഈ പരിസരത്തുള്ള അനിമൽസിനെ എല്ലാം കണ്ടിട്ട് മെല്ലെ തിരിച്ചു പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അത് കണ്ടോ, രണ്ടുപേരും തച്ചിനിരുന്ന് ആ മരത്തിലെ കായകളെല്ലാം പറിച്ചു കഴിക്കുന്നത്. ദേ ഒരു ഫ്രെയിമിൽ 2 അണ്ണാന്മാർ. ഈ മലയണ്ണാനെ എത്ര കണ്ടാലും മടുക്കില്ല. അവൻ്റെ ആ പോക്ക് കണ്ടിട്ട് ഒരു ചാട്ടം ചാടാനുള്ള ചാൻസ് ഉണ്ട്. ദേ ചാടി. ഈ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പലതരം ബേർഡ്സിനെയും കാണാൻ പറ്റും. വേഴാമ്പലടക്കം ഒരുവിധപ്പെട്ട എല്ലാ പക്ഷികളെയും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. രാവിലത്തെ സഫാരിയിൽ ആനയെ കിട്ടിയില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പം ആ ഒരു സങ്കടം മാറി കിട്ടി. ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് 3-4 ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ സഫാരി എല്ലാം കഴിഞ്ഞു വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ നമ്മുടെ ബേർഡ് വാച്ചിങ്ങിനായിട്ട് ഇറങ്ങി. ഇവിടുത്തെ സീനിയർ വാച്ചറായ രാജേഷ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ബേർഡ് വാച്ചിങ്ങിനായിട്ട് വന്നത്. ഒരു ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ഇരിക്കുന്നത് കണ്ടോ? ഈ ഒരു ഭാഗത്ത് കുറെ ബീറ്റേഴ്സ് ഉണ്ട്. എല്ലാവരും നല്ല തകൃതിയായിട്ട് ഹണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തം പോയത് അടുത്തവൻ വന്നു കേട്ടോ. സ്പോട്ട് മാറുന്നില്ല അല്ലേ? ഞാൻ തീറ്റ പിടിച്ചിട്ട് അവിടെ തന്നെ വരും. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവിടെ തന്നെ വന്നു കേട്ടോ. അതെന്താ കിട്ടി അടിച്ചു കൊല്ലുന്നുണ്ടോ? ജംഗിൾ ക്യാമ്പിൽ നിന്ന് സാധാരണ ബേർഡ് വാച്ചിങ്ങിന് കൊണ്ടുവന്ന സമയം കഴിഞ്ഞ് കുറെ കൂടെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് ബേർഡ്സിന്റെ സൈറ്റിങ്സ് ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ വേറൊരാൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ കുടുങ്ങി. ഈ ചെടിയുടെ കൊമ്പിൽ ഒരു പച്ചിലപ്പാമ്പ് ഇരിക്കുന്നത് കണ്ടോ? എന്ത് ഭംഗിയാണല്ലോ അവനെ കാണാൻ. ആ കണ്ണുകളൊക്കെ ഒന്ന് നോക്കിയേ. വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒക്കെ വേണ്ടി പല ആംഗിളിലും പല പോസിലും അവൻ ഞങ്ങൾക്ക് ഇരുന്ന് തന്നു. മറ്റേ ബൈസൺ കാട്ടുപോത്തുമായിട്ട് ഫൈറ്റിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ മാനമുട്ടി വെച്ചിട്ടൊരു ഫൈറ്റിംഗ് ഉണ്ടായി. ഞാൻ ഇതുപോലെ ഗസ്റ്റുമായിട്ട് പോകുമ്പോൾ ഞാനൊരു ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ ആൾ വരികയും ഞാനുമായിട്ട് ഫൈറ്റിംഗ് ആയി. ആദ്യത്തെ കാലുകൊണ്ട് ഞാൻ വെട്ടുവന്നു. ഒന്ന് കാലുകൊണ്ട് നടത്തും, മറ്റേ ഒന്ന് കൈ കൊണ്ട്. എന്നിട്ടിങ്ങനെ ഞാൻ പെട്ടെന്ന് വീണപ്പോൾ എൻ്റെ ബാഗ് കത്തിയുണ്ട്. ഞാൻ കത്തി എടുത്തുകൊണ്ട് ഞാൻ ഭയങ്കര റൈസ് ആയപ്പോഴത്തേക്ക് ഇയാൾ ബാക്കിലേക്ക് വലിഞ്ഞിറങ്ങി. അപ്പോൾ റൈഫിലോട്ടാവുന്നുണ്ട്. നമ്മളങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാട്ടുപോത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ ആ കൂടെ നിൽക്കുന്നവരെല്ലാവരും കളയും. കാരണം നമ്മൾ ഇങ്ങനെ വയർ നോക്കി വെട്ടുകയാണ് ഇങ്ങനെ. ഇപ്പോൾ ഒരു പക്ഷേ ഞാനല്ലെങ്കിൽ അത് തീർന്നു. അതിൻ്റെ കാലത്ത് കണ്ടോ, അതിൻ്റെ ഒരു വെട്ടിൻ്റെ പാടാണിത്. ഇത് കണ്ട കാട്ടുപോത്തോട്ട് ഒരു ഫൈറ്റിംഗ് ഒരു വെട്ട് ഒരൊറ്റ അടിക്ക് ഒരടി കടിച്ച് അതിന് കാലുകൊണ്ട് ഇങ്ങനെ തടുത്ത അടുത്ത കൈക്ക് ഈ കൈക്ക്. അപ്പോൾ ഞാൻ അത് കൈയൊക്കെ ഒടിഞ്ഞു പോയെന്ന് വിചാരിച്ചു. ഒരു പക്ഷേ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം ഒരു കുഴപ്പമില്ല. നല്ല പെട്ടെന്ന് വയലൻ്റായി എൻ്റെ നേരെ വരികയാണ്. അപ്പം ഞാൻ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ഗസ്റ്റിന് നേരെ തിരി. നമ്മൾക്ക് എപ്പോഴും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ ഗസ്റ്റ് വരുന്ന ഗസ്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സംഭവിച്ചാൽ എൻ്റെ ഡ്യൂട്ടിയുടെ പുറത്താണ്. അപ്പോൾ ആ റിസ്ക് മൊത്തം ഞാൻ നിന്ന് ഏറ്റെടുത്തു. ഫയർ ചെയ്യട്ടെന്ന് ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. ഫയർ ചെയ്താൽ എനിക്കറിയാം, ഫയർ ചെയ്താൽ കറക്റ്റ് ഫയറിങ് അല്ലെങ്കിൽ എല്ലാവരും കളയുവാൻ. എന്നിട്ട് അവൻ വേറെ പുറത്ത് ഓടിച്ചെന്നിട്ട് വേറെ നിൽക്കുന്നവരെയും കൂടെ വെട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ അതിനുശേഷം മുമ്പും ഇതുപോലുള്ള വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അത് ദൈവം മറ്റു അപകടങ്ങളൊന്നുമില്ല. നേച്ചർ വാക്ക് കഴിഞ്ഞ് തിരിച്ചെത്തി ജംഗിൾ ക്യാമ്പിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് തേക്കടിയിലെ ബോട്ട് ലാൻഡിങ്ങിലേക്കാണ്. ജംഗിൾ ക്യാമ്പിന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ബോട്ട് ലാൻഡിങ്ങിൽ കാണിച്ചു വേണം നമുക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ട്. ഈ ബസ്സിന് വേണ്ട 30 രൂപ മാത്രമാണ് നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് ചിലവാകുന്നത്. ബോട്ട് ലാൻഡിങ്ങിൽ നിന്നാൽ നമുക്ക് ഇതുപോലെ കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. ആ മ്ലാവുകൾ ഓടുന്നുണ്ടോ? ഒരു അലാം കോൾ കേട്ടായിരുന്നു. അത് കഴിഞ്ഞത് എല്ലാവരും കൂടെ ഓടുക. ഫാൾസ് അലാം ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ 2 എണ്ണം നിൽക്കുന്നത് കണ്ടോ? അല്ല, അവരും അവിടെ നിൽക്കത്തില്ല. ഫാൾസ് അലാമ. നമ്മുടെ ഈ തേക്കടി ലേക്കിലൂടെയുള്ള ബോട്ടിങ്ങിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും. പലർക്കും ഈ ഒരു ബോട്ടിങ്ങിനിടയ്ക്ക് ടൈഗർ സൈറ്റിംഗ് വരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിങ്ങിലെ ആദ്യത്തെ സൈറ്റിങ് ഈ പിടിയാനയും കുഞ്ഞുമാണ്. ആ പിടിയാനയുടെ സൈഡിൽ കണ്ടോ ഒരു കുട്ടി ആന നിൽക്കുന്നു. 3 അല്ല 4 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമുണ്ട്. ജംഗിൾ ക്യാമ്പിലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ബോട്ടിങ്ങിന് വേണ്ടി ബോട്ട് ലാൻഡിങ്ങിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ലാസ്റ്റ് ബോട്ടിൻ്റെ സമയമായിരിക്കും. അപ്പോൾ ആ ഒരു സമയം ബോട്ടിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഇഷ്ടം പോലെ അനിമൽസിനെയും ഈ ബോട്ടിങ്ങിൽ കിട്ടും. തേക്കടിയിലെ ഈ ബോട്ടിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആനയെയും കാട്ടിയെയും
മ്ലാവിനെ എല്ലാം കണ്ട് നിങ്ങൾ മടുത്തിരിക്കും. അത്രമാത്രം മൃഗങ്ങളാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞെങ്കിൽ ഈ ലേക്കിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത്. ഇനി നിങ്ങൾ പറ, ജംഗിൾ ക്യാമ്പ് ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് ആണോ അല്ലയോ എന്ന്. ജംഗിൾ ക്യാമ്പിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.